കാർഷിക വൃത്തിക്കായി ജീവിതം മാറ്റിവെച്ച കോഴിക്കോട് എളേറ്റിൽ സ്വദേശി മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ ഇപ്പോൾ മധുരനാരങ്ങയുടെ വിളവെടുപ്പാണ്. വർഷങ്ങളായി ഇവിടെ മധുരനാരങ്ങ വിളയുന്നുണ്ടെങ്കിലും ഇത്തവണ മരം നിറയെ നാരങ്ങയാണ്. വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിളയിക്കുന്ന മുഹമ്മദ് തേനീച്ച വളർത്തലിനും സമയം കണ്ടെത്തുന്നുണ്ട്. ജീവിതം കൃഷിക്കായി മാറ്റിവെച്ചയാളാണ് കിഴക്കോത്ത് എളേറ്റിൽ വട്ടോളി മാളിയേക്കൽ മുഹമ്മദ്. വയനാട്ടിൽ 2 ഏക്കറിൽ കാപ്പിക്കൃഷി ചെയ്യുന്ന മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ വിവിധയിനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമെല്ലാം വളരുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാരങ്ങാമരമാണ് ഇതിൽ പ്രധാനം. വർഷങ്ങളായി ഈ മരത്തിൽ നിന്ന് മധുരനാരങ്ങ ലഭിക്കുന്നു. ഈ വർഷം മരം നിറയെ നാരങ്ങയാണ്. നാരങ്ങയുടെ മധുരം തേടി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇത് വർഷങ്ങളോളായിട്ടുള്ള ഒരു മരമാണ് എൻ്റെ വീട്ടിൽ. ഞാനൊക്കെ ചെറിയ കാലത്തുള്ളതായിരുന്നു. പക്ഷേ വ്യാപകമായിട്ട് കായ ഉണ്ടായാൽ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ്. ഇതിപ്പം നല്ല മധുരമുള്ള നല്ല ഈ ഒരു ജാതി കൊടക്ക് നാരങ്ങാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ നല്ലോണം പഴുത്ത് വരും. കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവുമാണ് കൂടുതൽ കായുണ്ട്. മറ്റെല്ലാ കൊല്ലവും 4, 5, 10 കായ ഉണ്ടാകുമായിരുന്നു. അത് വീട് നേരമേ നമ്മൾ എടുക്കലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും നല്ല മേനി ഉണ്ടായിട്ടുണ്ട്. തേനീച്ച വളർത്തലും മുഹമ്മദ് ചെയ്യുന്നു. വീട്ടുവളപ്പിൽ നിരവധി പെട്ടികളിൽ തേനീച്ചയെ വളർത്തുന്നുണ്ട്. കൂടാതെ വീടിന് ചുറ്റും ചെറു തേനീച്ചകളും. ഞാൻ ഈ തേനീച്ചൻ്റെ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 കൊല്ലത്തോളമായി. അപ്പം രാവിലെ മിക്കവാറും ദിവസങ്ങളിലും ഓരോ വീട്ടിൽ ഈ തേനീച്ച വന്ന് കൂടിയിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ പോക്കലിൽ കൂടി അല്ലെങ്കിൽ വീട്ടിൻ്റെ അളിമാറിയിൽ കൂടി എന്ന് പറഞ്ഞ് രാവിലെ ആരെങ്കിലും വിളിക്കും. അത് പോയിട്ട് പിടിച്ച് പെട്ടിയിലാക്കിയിട്ട് രാത്രി എടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കും. അങ്ങനത്തെ ഒരു 10-40 പെട്ടി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ ഇത് സീസൺ ആകുമ്പോൾ, അതായത് റബ്ബറിൻ്റെ ഇല തൊയ്യുന്ന സമയമായി കഴിഞ്ഞാൽ ജനുവരി ലാസ്റ്റോടുകൂടി എസ്റ്റേറ്റിലേക്ക് മാറ്റും. എസ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ തേൻ കിട്ടുന്നത്. ജാതി, ബട്ടർ, റംബൂട്ടാൻ തുടങ്ങിയവയെല്ലാം മുഹമ്മദിന്റെ വീട്ടുവളപ്പിലുണ്ട്. വീടിനുള്ളിലേക്ക് കയറിയാൽ അവിടെ പുരാവസ്തുക്കളുടെ ശേഖരമാണ്. 2 മുറികൾ നിറയെ പുതുതലമുറയ്ക്ക് അന്യമായ കാഴ്ചകളാണ്. സ്കൂളുകളിലും മറ്റും ഇവ പ്രദർശിപ്പിക്കാനായി മുഹമ്മദിനെ തേടി ആളുകൾ എത്തുന്നു. 2 ക്ലാസ് റൂം ഒന്നിച്ചുള്ള കിട്ടിയാൽ എനിക്ക് ഇതിൻ്റെ സാധനങ്ങൾ ഫുള്ളായിട്ട് വെക്കണം. ഇവിടെ ഇപ്പോൾ പെട്ടിയിൽ നിറച്ച് വെച്ചാൽ പെട്ടി കെട്ടാക്കി വെച്ചാണ്. പിന്നെ 2 ക്ലാസ് പഴയ മഞ്ചൽ രോഗികളെ എടുത്തുകൊണ്ട് പോകാൻ, അതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ആനയുടെ തോട്ടി, കൊരാണി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. ഇവിടെയും ഒതുങ്ങുന്നില്ല മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ. റെഡ് ക്രോസിൽ അംഗമായ മുഹമ്മദ് ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും ഓടിയെത്താറുണ്ട്. ന്യൂസ് 18 താമരശ്ശേരി.